ഞാനിന്നേ പുതിയ ഒരു മുട്ടക്കറി വയ്ക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി സവാള, 2 സവാള ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നല്ല ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരണം. അപ്പം ഞാനിതൊന്ന് ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് ഞാനിതൊന്ന് ഇടട്ടെ. എല്ലാം ഒരുമിച്ച് വറുത്ത് കോരാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുവാണ്. ഇതൊന്ന് നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ നല്ലവണ്ണം വരണം. വറുത്ത് ഇങ്ങ് കോരാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വരണ്ട് വരട്ടെ. ഇതാ ഈ പരുവാവുന്നത് വരെ വറക്കണം. ഇങ്ങനെ ഇത്രയും ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരാവേ. അടുത്തതൊരു സ്റ്റെപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് പഴയതുപോലെ നേരത്തെ നമ്മൾ കോരിയതുപോലെ ഇതുപോലെ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്ത് കോരാമേ. അതൊന്ന് വരണ്ട് വരട്ടെ. സവാളയെല്ലാം നല്ലവണ്ണം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാലും എടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചതിന് ശേഷം ആ മിക്സിയിൽ തന്നെ ഈ തേങ്ങയുടെ പാലും കൂടെ ഒന്നെടുക്കാം. സവാള നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതേ മിക്സിയിൽ തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ തേങ്ങയുടെ പാല് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ള പാല് കിട്ടും. അതൊന്ന് എടുക്കാവേ. നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു തക്കാളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3-4 മുട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തോടൊക്കെ പൊളിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വറുത്തെടുത്ത ചീനച്ചട്ടിയിൽ ആ എണ്ണയിൽ തന്നെ ഈ മുട്ടയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടിയാൽ മതി. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഈ നിറം ആവുമ്പോൾ ഒന്ന് നമുക്ക് മാറ്റാം. ഇതാ കണ്ടോ, ഈ നിറമാകുമ്പോൾ നമുക്ക് മുട്ടയൊന്ന് അതിൽ നിന്ന് മാറ്റാവേ. മുട്ടയൊക്കെ മാറ്റിയതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മസാലപ്പൊടി ഇത്രയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിൽ എണ്ണയുണ്ട്, അത് ഒക്കെ ആയിക്കോളും. ഇച്ചിരി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അടിച്ചു വച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഈ പേസ്റ്റ് ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. തക്കാളിയുടെ പേസ്റ്റാണ്, ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരുന്ന സവാള ഇതിലോട്ടൊന്ന് ഇടാവേ. പൊടിച്ചു വച്ചിരുന്ന സവാള ഒന്ന് ഇടുവാണ്. ഉള്ളി കറുത്തത് കൊണ്ടാണ് ഈ നിറം, നല്ല ഫ്രൈ ആയതുകൊണ്ടാണ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരിക്കും. നിറത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല, ഒരു കയ്പോ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതിനാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാലല്ല എന്നുണ്ടെങ്കിൽ നട്ട്സ് അരച്ചൊഴിച്ചാലും മതി. ഒരു 10-20 നട്ട്സ് എടുത്ത് അരച്ചൊഴിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും. ഇതും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. ഇത് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കൂടെ ഉണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഇനി കുറുകി വരട്ടെ. ഒരു 2 മിനിറ്റ് ഇട്ടാൽ മതി. നല്ലവണ്ണം ഇത് കുറുകി വന്നോളും. ഇതാ കണ്ടോ, ഇപ്പോഴേ നല്ല കട്ടിയുണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലവണ്ണം തിളച്ചു. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ട അതിലോട്ടൊന്ന് ഇടാം. നല്ല കുറുകിയിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും എന്തിന് വേണമെങ്കിലും ഈ മുട്ടക്കറി നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇച്ചിരി ജോലി കൂടുതലാണ്. സവാളയൊക്കെ നല്ലവണ്ണം ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് അരച്ചൊക്കെ വരേണ്ട. പക്ഷേ ജോലി കൂടുതലാണെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ലതാണ്ട, നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇനി കിടന്നോട്ടെ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഓക്കെ, ഇതാണ്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു മുട്ടക്കറി വെച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റായിരിക്കും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മുട്ടക്കറി കഴിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട്
നല്ല ഗ്രേവിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു മുട്ടക്കറി വെച്ച് നോക്കണേ. ഓക്കെ, ബൈ.